തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് വരുന്നത് കൂടി നമ്മുടെ ചെമ്പൂക്കാവിലെ നമ്മുടെ സ്വന്തം തൃശ്ശൂർ സൂ അടച്ചു പൂട്ടാൻ പോവാണ്. അപ്പോൾ അവസാനമായി കാണുന്നവരൊക്കെ പോയി കാണുക കേട്ടോ. 1885 13 ഏക്കറിൽ കൊച്ചി മഹാരാജാവ് രാമവർമ്മയാണ് ഈ ഒരു പാർക്ക് നിർമ്മിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു നൊസ്റ്റാൾജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൃഗങ്ങൾക്ക് ഇടുങ്ങി നിൽക്കേണ്ട അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്നൊക്കെ വലിയൊരു മാറ്റം വരാൻ പോവുകയാണ്. അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് അവർക്ക് ജീവിക്കാൻ പറ്റിയ ഇടങ്ങളിലേക്ക് അവർ മാറാൻ പോവുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മളിത് മിസ് ചെയ്യും, എന്നാലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിൻ്റെ ആശയം വന്നതിന് 1978 അതിൻ്റെ ഒരു ആശയം ആരംഭിച്ചത്. അതുപോലെ തന്നെ 2000 അന്നത്തെ വനംവകുപ്പ് മന്ത്രിയായിരുന്ന കെ സുധാകരൻ സാറ് ഇതിന് തറക്കല്ലിട്ടു എന്ന് കേൾക്കുന്നു. പിന്നെ 2012 മാർച്ച് മാസത്തിലാണ് നമ്മുടെ ഉമ്മൻചാണ്ടി സാർ ഇതിന് തറക്കല്ലിട്ടത്. അതിനുശേഷം വന്ന LDF സർക്കാരിൻ്റെ കയ്യിൽ ഇത് സുരക്ഷിതമായിരുന്നു. അവരുടെ ഒരു എഫർട്ട് കാരണമാണ് ഇത്രയധികം ഇത് പെട്ടെന്ന് ഇത്രയും ലെവലിലേക്ക് എത്താൻ സാധിച്ചത്. 336 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന സുവോളജിക്കൽ പാർക്കിൻ്റെ ഒരു ഏഷ്യയിൽ തന്നെ രണ്ടാമത്തെ സൂ ആയി ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഡിസൈനർ സൂ ആണ്. ഓസ്ട്രേലിയൻ മൃഗ ഡിസൈനർ ആയിട്ടുള്ള ജോൺ കോയാണ് മാസ്റ്റർ പ്ലാൻ ഇത് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ തീം സോണുകൾ ആഫ്രിക്കൻ സുലുലാൻ ഉണ്ട്, കൽഹ വാലി സോൺ ഉണ്ട്, സൈലന്റ് വാലി സോൺ ഉണ്ട്, അങ്ങനെ ഇരവികുളം സോൺ ഉണ്ട്. അതുപോലെ തന്നെ 23 പ്രത്യേക മൃഗവാസ സ്ഥലങ്ങളുണ്ട്. സഫാരി പാർക്ക് ഉണ്ട്, ഹോളോഗ്രാം സൂ, പെറ്റിംഗ് സൂ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ. അതായത് മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് കാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു മൃഗശാല തന്നെയാണ് നമ്മുടെ തൃശ്ശൂർ മൃഗശാല എന്ന് പറയുന്നത്. കിഫ്ബി ഫണ്ടിൽ നിന്നാണ് ഭൂരിഭാഗം എമൗണ്ട്, കേരള സർക്കാരിൻ്റെ കിഫ്ബി ഫണ്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് ഇതിന് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും പദ്ധതിയുടെ ഒരു മുന്നേറ്റത്തിന് അത് വളരെയധികം സഹായകമായിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് ഒരു ഫോറസ്റ്റിൻ്റെ കീഴിലുള്ള ഒരു സൂ ആണ്, ഡിസൈനർ സൂ ആണ് കേട്ടോ. അപ്പോൾ അത് മൃഗങ്ങളെ നമുക്കിപ്പോൾ നടന്നു പോകുമ്പോൾ നമുക്ക് മൃഗങ്ങളെ സുഖമായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ മൃഗ ഹോസ്പിറ്റലുണ്ട്, മൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റാണ് കേട്ടോ. അപ്പോൾ അതാണ് ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത്. ഇപ്പം ഞാനും ഒരു മൃഗസ്നേഹിയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു മൃഗശാല തന്നെയാണ് നമ്മുടെ മനസ്സിൽ നമ്മൾ ആഗ്രഹിച്ചതും അത് നമുക്ക് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. പുത്തൂരിൻ്റെ മുഖച്ഛായ തന്നെ മാറാൻ പോകുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഒരു തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും മൃഗങ്ങളൊക്കെ മുകളിലൊക്കെ നടക്കുമ്പോൾ നമുക്ക് തൊട്ടടുത്ത് തന്നെ നിന്ന് കാണാൻ സാധിക്കും. വലിയ വലിയ മരങ്ങളൊക്കെ വച്ച് പിടിപ്പിച്ച് അതൊക്കെ ഒരു പൂർണ്ണമായി കാടിൻ്റെ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ജനുവരിയിൽ മാത്രമായിരിക്കും പൊതുജനങ്ങൾക്ക് തുറന്നും പൂർണ്ണമായും കൊടുക്കുക. അല്ലാത്ത അവസ്ഥയിൽ നിങ്ങളിപ്പോൾ സ്കൂളിൻ്റെ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും റിക്വസ്റ്റ് കൊടുത്ത് കുട്ടികളെ ഇവിടേക്ക് കാണിക്കാനായിട്ട് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ സംഘടനകൾ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഇപ്പോൾ 2 മാസത്തേക്ക് ട്രയൽ റണ്ണായിട്ട് എടുക്കുന്നത് കേട്ടോ. അതും വളരെ നല്ലതാണ്. കാരണം ഘട്ടം ഘട്ടമായി മാത്രമേ നമുക്ക് ജനങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കൂ. കാരണം ഒരുമിച്ച് കൊണ്ടുവന്നാൽ പല പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ അതോടുകൂടി ജനുവരിയോടുകൂടി ശരിക്കും പറഞ്ഞാൽ മൃഗശാലയുടെ പൂർണ്ണമായും കഴിയും. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ സ്വന്തം കെ രാജൻ മിനിസ്റ്റർക്ക് 1000 നന്ദി എല്ലാവരും രേഖപ്പെടുത്തുകയാണ്. കാരണം അദ്ദേഹം എടുത്ത എഫക്റ്റ് വലുത് തന്നെയായിരുന്നു. അദ്ദേഹം ഇതിൻ്റെ പിന്നിൽ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നന്ദി. ഇത് ഈ KSRTC ബസ് കൊണ്ടുവന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു എഫർട്ട് കാരണമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗതാഗത മന്ത്രി അത് നടപ്പാക്കുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ വന്നതോടുകൂടി തന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ മുഖച്ഛായനെ മാറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്കതിൽ കയറാനും സാധിച്ചു. വളരെയധികം സന്തോഷം. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ഹൈലൈറ്റ് മാൾ തൊട്ടടുത്ത് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹൈലൈറ്റ് മാളിലേക്ക് വരാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് സൂ കാണാൻ വരാൻ സാധിക്കും. അപ്പോൾ എന്തായാലും തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ മാളുകളൊന്നാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം പീച്ചി ഡാമിലേക്കും നിങ്ങൾക്ക് വന്ന് കാഴ്ചകൾ കാണാനും ആസ്വദിക്കാനും സാധിക്കും. അപ്പോൾ പീച്ചി ഡാം, ഹൈലൈറ്റ് മാള്, കേരള പഴനി, അങ്ങനെ 3 സ്ഥലങ്ങളും പ്രധാന സ്ഥലങ്ങളും ഈ സുവോളജിക്കൽ പാർക്കിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് കിടക്കുന്നത്. അതിൻ്റെ ഒരു സവിശേഷത മറ്റൊന്നുമല്ല. കാരണം നിങ്ങൾക്കൊരു ദിവസം വന്നു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ കണ്ടു തീർക്കാനുള്ള കാര്യങ്ങളുണ്ട്. അതും ഒട്ടും ദൂരത്തല്ല, എല്ലാം തൊട്ടടുത്തടുത്ത് ഒരു 5 കിലോമീറ്റർ 4 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മാത്രമാണ് ഇതൊക്കെ കിടക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് വളരെ സന്തോഷം. അപ്പോൾ എല്ലാവർക്കും തൃശ്ശൂരിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നിങ്ങൾ കേരള പഴനി കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കേരള പഴനി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം സുവോളജിക്കൽ പാർക്കിൻ്റെ തൊട്ടടുത്ത് തന്നെ 500 മീറ്റർ പോലും ഇല്ല അങ്ങോട്ട് എത്താനായിട്ട്. അപ്പോൾ അവിടെ തന്നെയാണ് കേരള പഴനി. കേരളത്തിലെ പഴനി ക്ഷേത്രമാണ്. നമ്മുടെ തമിഴ്നാട്ടിലെ പഴനി ക്ഷേത്രം പോലെയാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോകാൻ പറ്റാത്തവർക്ക് ഇവിടെ വരാം. ഇവിടെ വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നൈറ്റൊക്കെ ഇതിൻ്റെ മുകളിൽ വന്നു നിന്ന ഒടുക്കത്തെ വ്യൂ ആണ്. ഒരു രക്ഷയില്ല.
അപ്പോൾ അതും നിങ്ങൾക്ക് ആസ്വദിക്കാം. അപ്പോൾ ഇതൊന്നും വരാത്തവരൊക്കെ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് വരുമ്പോൾ ഉപകാരപ്പെടും. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഓരോ ആൾക്കാർക്കും തൃശ്ശൂരിലേക്ക് സ്വാഗതം. കേരളം തൃശ്ശൂരിലേക്ക്, അല്ലെങ്കിൽ തൃശ്ശൂരിലേക്ക് ആകാംക്ഷയോടെ നോക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അതിന് വേണ്ടി പ്രയത്നിക്കുന്ന ഓരോ വ്യക്തികൾക്കും അഭിനന്ദനങ്ങൾ നേരെയാണ്. അപ്പോൾ നമ്മളും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. തൃശ്ശൂർ സുവോളജി പാർക്കിൻ്റെ 2 ദിവസം കഴിഞ്ഞ ഇനോഗ്രേഷനാണ്. അപ്പോൾ എല്ലാവർക്കും തൃശ്ശൂരിലേക്ക് സ്വാഗതം.